there is a man called Judas. യൂദ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, When God looked at him, or Jesus looked at him, he called him an apostle. ആമേൻ. പക്ഷേ യേശു യൂദായെ നോക്കിയിട്ട് അവനെ വിളിച്ചതും അവനെ ഒരു അപ്പോസ്തലനായിട്ടാണ് അവനെ കണ്ടത്. Are you understanding the mantle and the destiny upon Judas' life? As far as God was concerned, the scrolls were written saying he will be an apostle to the nations. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം, ആമേൻ, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, യേശുവിനെ സംബന്ധിച്ചിടത്തോളം യൂദായെ നമ്മൾ കാണുന്നത് ഒരിക്കലും മറ്റൊരുവനായിട്ടല്ല. യേശു അവനെ കണ്ടത് അത് അനേക രാജ്യങ്ങൾക്കും ജാതികൾക്കും ഒരു അപ്പോസ്തലനായിട്ടാണ് ദൈവം അവനെ കണ്ടിരുന്നത്. We want to look at another story in the Bible. വേദപുസ്തകത്തിൽ തന്നെ മറ്റൊരു കഥ കൂടെ നമുക്ക് നോക്കാം. We know the story of Elijah. ഏലിയാവിന്റെ ആ ഒരു അനുഭവം നമുക്കറിയാവുന്നതാണ്. Elijah was highly anointed. ഏലിയാവ് വളരെ വലിയൊരു അഭിഷിക്തനായിരുന്നു. He was able to stop the weather. ആമേൻ. കാലാവസ്ഥയെ പോലും അതെ തടഞ്ഞു നിർത്തുവാൻ കഴിയുന്നവനായിരുന്നു. He could stop the weather. ആ കാലാവസ്ഥയെ അവിടെ പിടിച്ചു നിർത്തിയവനാണ് ഏലിയാവ്. He would say that it will not rain without my word. ഇനി ഞാൻ പറയാതെ മഴ പെയ്യില്ലെന്ന് പറഞ്ഞവനാണ്. So he is very, very anointed by God. ദൈവത്താൽ വളരെ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു ഏലിയാവ്. And he was able to call fire from heaven. മാത്രമല്ല സ്വർഗ്ഗത്തിൽ നിന്ന് തീ ഇറക്കാൻ ശേഷിയുള്ളവനായിരുന്നു ഏലിയാവ്. He saw many miracles. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവൻ. But എങ്കിലും it says in 1 King chapter 19. നിങ്ങൾക്ക് ഒന്ന് രാജാക്കന്മാർ അതിന്റെ 19-ാം അധ്യായം. Can you please read it, Pastor? Yes, Yeah. First verse. Yeah, start from 1. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസബേലിനോട് പറഞ്ഞു. ഈസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബേർശേബയിൽ. Can you go back and read verse 2 again? Sorry. ഈസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. Verse 4. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബേർശേബയിൽ ചെന്ന്. So I will read out what is there in the English version. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് ഭാഗം വായിക്കാം. It says here that so here it says 1 Kings chapter 19, it says that Jezebel sent a messenger to Elijah, may the God deal with me, be it ever so severely, if by this time tomorrow I do not make your life like one of this. And then he was afraid and ran for his life. When he came to Beersheba, he left the servant there, while he was himself on a day's journey. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന്. Because in the version that I read before, not this one, but what I had is in chapter 19 verse 3. This is what the New King James Version says. When he saw that, so I'll repeat that. In verse 2 is that Jezebel sent a messenger to Elijah saying, let the God do to me and more also if I do not make your life as the life of one of them by tomorrow about this time. ഈ ന്യൂ കിങ് ജെയിംസ് വെർഷൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പരിഭാഷ അവിടെ നമ്മൾ വായിക്കുന്നത്, അവനത് കണ്ടപ്പോൾ തൻ്റെ ഈസബേല് തൻ്റെ അടുക്കൽ ദൂതനെ അയച്ചത് കണ്ടിട്ട് പറയുകയാണ്, ഞാൻ നാളെ ഈ നേരത്ത് അവരിൽ ഒരുത്തനെ പോലെ നിന്നെ ആക്കുന്നില്ലെങ്കിൽ എൻ്റെ ദേവന്മാർ അധികം എന്നോട് ചെയ്യട്ടെ.
So again, when I speak, when you speak, I hear, or when I speak, you hear. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് തന്നെ കേൾക്കുന്നു. Are you understanding? But here what it says is Elijah saw. പക്ഷേ ഇവിടെ ഇംഗ്ലീഷ് പരിഭാഷയിൽ മലയാളത്തെക്കാൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ ഏലിയാവ് അത് കണ്ടപ്പോൾ. Are you understanding? He did not hear, but he saw what she showed him, what she said. ആമേൻ. ശരിക്കും നമ്മൾ മനസ്സിലായില്ലേ, ഈ ഈസബേല് ദൂതനെ പറഞ്ഞ് ഏലിയാവിൻ്റെ അടുക്കലേക്ക് വിട്ടപ്പോൾ ഈസബേൽ പറഞ്ഞത് ശരിക്കും ഏലിയാവ് കേൾക്കുകയല്ല ചെയ്തത്, അവൾ എന്താണോ ഉദ്ദേശിച്ചത് അവൻ അത് കാണുകയാണ് ചെയ്തത്. Are you understanding? He saw what was being said. ആമേൻ. ഈ ഈസബേൽ പറഞ്ഞത് കേൾക്കുക സാധാരണ അല്ലേ, പക്ഷേ ഈസബേൽ പറഞ്ഞത് കേൾക്കുകയല്ല ഏലിയാവ് ചെയ്തത്, ഈസബേൽ പറഞ്ഞത് അവൻ കണ്ടപ്പോൾ എന്നാണ്. Now, was this the first time that Elijah saw this? ആദ്യത്തെ പ്രാവശ്യമാണോ ഏലിയാവ് ഇതേ സംഗതി കാണുന്നത്? He had been consistently thinking about it. ഇതിനെക്കുറിച്ച് നിരന്തരമായിട്ട് ഏലിയാവ് ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. Because every time he would have an encounter with God, or every time he talks about this, he says that I am all alone. ആമേൻ. ഏത് സമയത്ത് ദൈവമായിട്ട് ഏലിയാവ് കൂടിക്കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴെല്ലാം ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? യഹോവേ, ഞാൻ ഒരുത്തൻ മാത്രം, ഞാൻ ഏകനാണെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. Are you understanding? There is this captain of the king's army who comes to him and says, "Sir, don't kill me like you brought fire from heaven and you killed all the other captains. Don't kill me, because I have saved a few of the prophets." രാജാവിന്റെ ഭൃത്യന്മാർ വന്നിട്ട് ഏലിയാവിന്റെ അടുക്കൽ വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി സാഷ്ടാംഗം വീണിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ ഈ ഒരിക്കലും തീയിറക്കി കൊല്ലരുത്, കാരണം ഞങ്ങൾ യഹോവയുടെ പ്രവാചകന്മാരെ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ അവരെ കാത്തു സൂക്ഷിച്ച് അവർക്ക് ഞങ്ങൾ ഭക്ഷിപ്പാൻ കൊടുത്തതാണ് എന്ന് പറഞ്ഞ് മുമ്പിൽ വീഴുന്ന ഒരു കാര്യമുണ്ട്. Even there Elijah says, "I am the only one alive." അപ്പോഴും ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരുത്തൻ മാത്രം. Are you understanding? All the time he's thinking, I am the only one left. I am the only one left. ആമേൻ. ഏലിയാവ് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമാണ് അവശേഷിക്കപ്പെട്ട ദൈവത്തിന്റെ ഒരേ ഒരു ഭൃത്യൻ. Then God calls him and says, "Elijah, come out." ആമേൻ. എന്നിട്ട് ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഇവിടെ വരാൻ പറഞ്ഞു. Elijah ran away when Jezebel said that. He was going and hiding in a cave. ആമേൻ. ഏലിയാവ് ഈസബേലിന്റെ വാക്ക് കേട്ടിട്ട് അവൻ ഓടിച്ചെന്നൊരു ഗുഹയ്ക്കകത്ത് എന്ന് ഇങ്ങനെ വിശ്രമിക്കുകയാണ്. God calls him out, "Come out." അവനെ ഗുഹാമുഖത്തു നിന്നും അവനെ പുറത്തേക്ക്, ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വിളിച്ചു. And God says, "What are you doing here?" ആമേൻ. ഏലിയാവിനോട് ചോദിക്കുക, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? And he says, "Oh, Jezebel was about to kill me. I am the only one alive." ആമേൻ. അപ്പോൾ ദൈവത്തോട് ഏലിയാവിന്റെ മറുപടി ഇതായിരുന്നു, കർത്താവേ, ഈസബേൽ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, ഞാൻ ഒരുത്തൻ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. Everybody else is dead. എല്ലാവരും അവിടെ ഉണ്ട്. Everybody else is dead. എല്ലാവരും എന്നെ വിട്ടുപോയി, ഞാൻ മാത്രമേ ഉള്ളൂ. Everybody else is dead. ആമേൻ. എല്ലാവരും മരിച്ചു, ഞാൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. Jezebel has killed everyone. ആമേൻ. ഏലിയാവ് പറയുകയാണ്, ഈസബേൽ എല്ലാവരെയും കൊന്നു. God says, "No, I have got 6,000 other men of God who have never bowed down before Jezebel." ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ആ ഏലിയാവ് എല്ലാവരും ചത്തെന്ന് പറയുമ്പോഴും കർത്താവ് പറയുകയാണ്, ഇല്ല, ഇപ്പോഴും ബാലിന് മുട്ടുമടക്കാത്ത 7,000 പേർ ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു. Are you understanding? So all the time there is fear building in Elijah's heart. And then when Jezebel sends the message, that was the last straw. ആമേൻ. നമുക്കറിയാം ഏലിയാവ് എപ്പോഴും ഈ വലിയൊരു ഭയത്തിന്റെ കീഴിലായിരുന്നു അവൻ ജീവിച്ചിരുന്നത്. ആ സമയത്താണ് ഈസബേൽ ഈ ഒരു സന്ദേശം പറഞ്ഞു വിടുകയും ചെയ്തത്. That is why what happened? ആമേൻ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? God had a lot more ministry for Elijah. ഏലിയാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ദൈവത്തിന് ഇനിയും ഒരുപാട് ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. But looking at the emotional state that Elijah was in, ആമേൻ. പക്ഷേ ഏലിയാവ് താനായിരിക്കുന്ന ആ ഒരു മാനസിക, ആ ശാരീരികമായ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ.
But because God saw that he was not in a good emotional state, ആമേൻ, നല്ല ഒരു വൈകാരികമായ ജീവിതത്തിലായിരുന്നില്ല ശരിക്കും ഏലിയാവ്. so what God did is, അതുകൊണ്ട് ദൈവം ചെയ്ത എന്താണെന്നറിയാമോ? he said, go anoint Elisha. ആമേൻ, ദൈവം അവനോട് പറഞ്ഞു, നീ പോയിട്ട് ഏലീശായെ നീ അഭിഷേകം ചെയ്യ്, Anoint Jehu. എന്നിട്ട് യേഹൂവിനെ നീ അഭിഷേകം ചെയ്യ്. And we find that Elijah's ministry finished there. ആമേൻ, നമ്മൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ ഭയം നിറഞ്ഞു നിന്ന ഈ മനുഷ്യനെ കൊണ്ട് ദൈവം മറ്റു രണ്ടുപേരെ അഭിഷേകം ചെയ്തിട്ട് അതോടുകൂടി അവന്റെ ശുശ്രൂഷ അവിടെ അവസാനിക്കുന്നു. Here was a man who was able to do supernatural things. ഒരുപാട് പ്രകൃത്യാതീതമായ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനായിരുന്നു. But because of his fear, he could not finish what he was called to do. പക്ഷേ തന്റെ ഉള്ളിൽ നിറഞ്ഞു കിടന്നതായ ഭയം നിമിത്തമായിട്ട്, ആ പേടി നിമിത്തമായിട്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തവനായി ഏലിയാവ് അവിടെ അവസാനിക്കുന്നു. Are you understanding what I'm trying to show you? ഇന്ന് പകൽ ദൈവത്തിന്റെ ദാസീദാസന്മാരെ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? If you are not emotionally healed, you cannot finish what God has got for you. നിങ്ങൾ ആന്തരികമായി നിങ്ങളുടെ വൈകാരിക തലത്തിൽ, നിങ്ങളുടെ വികാരത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യവും ചെയ്യിക്കുവാൻ കഴിയുകയില്ല. Are you understanding? ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? There is a man called Judas. യൂദ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, When God looked at him, or Jesus looked at him, he called him an apostle. ആമേൻ. പക്ഷേ യേശു യൂദായെ നോക്കിയിട്ട് അവനെ വിളിച്ചതും അവനെ ഒരു അപ്പോസ്തലനായിട്ടാണ് അവനെ കണ്ടത്. Are you understanding the mantle and the destiny upon Judas' life? As far as God was concerned, the scrolls were written saying he will be an apostle to the nations. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ആമേൻ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, യേശുവിനെ സംബന്ധിച്ചിടത്തോളം യൂദായെ നമ്മൾ കാണുന്നത് ഒരിക്കലും മറ്റൊരുവനായിട്ടല്ല. യേശു അവനെ കണ്ടത് അത് അനേക രാജ്യങ്ങൾക്കും ജാതികൾക്കും ഒരു അപ്പോസ്തലനായിട്ടാണ് ദൈവം അവനെ കണ്ടിരുന്നത്. Are you understanding? മനസ്സിലാകുന്നുണ്ടോ? Judas had the best teacher. ആമേൻ. യൂദ നല്ല ഒരു ഉപദേഷ്ടാവായിരുന്നു. Judah had the best teacher. His name was Jesus. ആമേൻ. ഏറ്റവും ലഭിക്കപ്പെടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല യേശു എന്ന അധ്യാപകനെ ലഭിച്ച ഒരുവനായിരുന്നു യൂദ. You cannot have a better teacher than him. ആമേൻ. യേശുവിനേക്കാളും നല്ലൊരു അധ്യാപകനെ ആർക്കും ഇനി കിട്ടത്തില്ല. But on the inside, Judas had greed. പക്ഷേ അവന്റെ ഉള്ളിൽ അത്യാഗ്രഹം നിറഞ്ഞിരുന്നു. So what does greed actually mean? എന്താ പ്രിയരെ ഈ അത്യാഗ്രഹം, ഗ്രീഡ് എന്ന് പറയുന്നത്? It means that he is looking at his situation and thinking that what I have is never going to be enough. ആമേൻ. അവൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? തന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഒരിക്കലും അവന് തികയത്തില്ല, ഇതൊരിക്കലും തൃപ്തിയാകത്തില്ല, മതിയാകത്തില്ലെന്ന് അവൻ ചിന്തിക്കും. When we have this fear in our heart നമ്മുടെ ഹൃദയത്തിൽ ഭയം നിറഞ്ഞു കഴിഞ്ഞാൽ, that we will not have enough, നമുക്ക് ഒന്നുമില്ലെങ്കിൽ പോലും, that we will not have enough. നമുക്ക് തികയാതെ വരുമ്പോൾ, so when we have fear in our heart that we will not have enough, ആമേൻ, നമുക്ക് ഉള്ളിൽ ഭയം ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും അത് തികയുകയില്ല. now when we have the fear that we will not have enough, നമുക്ക് ഇല്ലാതെ വരുമ്പോൾ ഭയം ഉണ്ടാകുന്നു. when I have the fear that what I have is not going to be enough, ആമേൻ, എനിക്ക് ഭയം ഉണ്ടാകുമ്പോൾ, no, ഒന്നും എനിക്ക് ഉള്ളത് ഇനഫ് അല്ലെന്ന് ഒരു ഭയം ഉണ്ടാകുമ്പോൾ, ആമേൻ, എനിക്ക് ഇത് തികയത്തില്ല എന്നുള്ള ഭയം ഉണ്ടാകുമ്പോൾ, are you understanding? ആമേൻ, There are two responses from us. നമ്മിൽ നിന്നും ഉണ്ടാകുന്നത് രണ്ട് പ്രതികരണങ്ങളായിരിക്കും. We will become very stingy, ഒന്നുകിൽ നമ്മൾ പിശുക്കരാകും, or we will become greedy. അല്ലെങ്കിൽ നമ്മൾ വലിയ അത്യാഗ്രഹികളാവും. So what we will do is we'll try to grab everything and bring it. ആമേൻ. നമ്മൾ അതുകൊണ്ട് ചെയ്യുന്ന എന്താണെന്നറിയോ? എവിടുന്നെല്ലാം കിട്ടാമോ അവിടുന്നെല്ലാം നമ്മൾ പിടിച്ചു മേടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. So but I want you to step behind the scene. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് മാറണം. So if you start thinking what is he actually doing, എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ, he is saying, God, you have not planned enough for me. കർത്താവേ, എനിക്ക് ഒത്തിരി ഉണ്ടാകണമെന്ന് നീ എന്നെ കുറിച്ച് തന്റെ പദ്ധതി ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. You don't love me,
So I have to do something about this problem. കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് നമ്മൾ ധരിക്കും. So you have to understand, this is the thinking behind greed. ആമേൻ. അത്യാഗ്രഹത്തിന്റെ പിന്നിലുള്ള ചിന്ത ഇതാണ്. It can be in ministry, it can be in finances, every area where we start thinking that God has not done enough, God is not going to plan my future, so I try to grab people from this church and that church, I try to catch this ministry, that ministry, and that is how I behave. ആമേൻ. ശുശ്രൂഷയിലാണെങ്കിലും നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ദൈവം എനിക്ക് ആവശ്യത്തിനുള്ളത് തികയുന്ന രീതിയിൽ തന്നിട്ടില്ല എന്നുള്ള ചിന്ത കയറി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയാം, അവിടുന്ന് പിടിച്ചു മേടിക്കുന്നു, ഇവിടുന്ന് പിടിച്ചു മേടിക്കുന്നു, ആ സഭയിൽ നിന്ന് മേടിക്കുന്നു, ഈ സഭയിൽ നിന്ന് മേടിക്കുന്നു, നമ്മളെല്ലാവരിൽ നിന്നും മേടിച്ചു കൂട്ടാനുള്ള ശ്രമം നടത്തുകയാണ്. Are you understanding? This fear is real. ആമേൻ. യഥാർത്ഥത്തിൽ ഇത് യഥാർത്ഥമായ ഒരു തരം ഭയമാണ് കേട്ടോ, അത്യാഗ്രഹം. So Judas did not hate Jesus. ശരിക്കും യൂദായ്ക്ക് യേശുവിനോട് ഒരിക്കലും വെറുപ്പില്ലായിരുന്നു. But he had fear that what I have is not going to be enough. പക്ഷെ അവന്റെ ഉള്ളിൽ ആമേൻ എനിക്ക് ആവശ്യത്തിനുള്ളത് തികയുന്നില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. So whenever there is greed, it will cause us to betray others. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ അകത്ത് അത്യാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആരെയെങ്കിലും നമ്മൾ ഒറ്റിക്കൊടുത്തിരിക്കും. So in other words, Judas had a great calling. മറ്റൊരർത്ഥത്തിൽ ഇങ്ങനെ ചിന്തിച്ചേ, യൂദായുടെ മേൽ വലിയ വിളി ഉള്ളവനായിരുന്നു. He had a great mantle upon him. തന്റെ മേൽ ഒരു വലിയ പുതപ്പ് വീണവനായിരുന്നു. He had the best teacher. ഏറ്റവും ലഭിക്കപ്പെടാവുന്ന ഏറ്റവും നല്ല അധ്യാപകൻ ഉണ്ടായിരുന്നു. He saw the greatest miracles that you and I can think of. നമുക്ക് ചിന്തിക്കാനോ ഊഹിക്കാനോ പോലും കഴിയാത്ത തരത്തിലുള്ളതായ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവനാ യൂദ. Are you understanding? But he did not finish his destiny. എന്നിട്ടും അവന് തന്റെ മേലുണ്ടായിരുന്ന ആ വിളി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. Are you seeing what I'm trying to show you? ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നതായ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? So if you don't have healing on your inside, you will not finish the calling that is on your life. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം ഇതാണ്, നിങ്ങൾക്ക് ഉള്ളിൽ ഇതുപോലുള്ള ഭയമുണ്ടെങ്കിൽ, അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി പൂർത്തീകരിക്കാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. I'm doing this intentionally, trying to show you the importance of healing. ആമേൻ. ഉള്ളിലെ ആ സൗഖ്യത്തെ എങ്ങനെ ലഭിക്കപ്പെടാം എന്നതിനെ കുറിച്ച് ഞാൻ വളരെ മന്ദഗതിയിൽ വളരെ സാവധാനം ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരികയാണ്. See, another thing you have to understand is that when you have wound on the inside, the anointing that is sitting inside you cannot be released. മറ്റൊരു കാര്യം, നമ്മുടെ അകത്തൊരു മുറിവുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അഭിഷേകം അതൊരിക്കലും ശരിയായ നിലയിൽ പുറത്തേക്ക് വരത്തില്ല. Are you following what I'm saying? ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? I want to show you a story. ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. It is from the Bible. വിശുദ്ധ വചനത്തിൽ നിന്നാണ്. You know, we know that Samuel was a prophet. ശമൂവേൽ ഒരു പ്രവാചകനായിരുന്നു എന്ന് നമുക്കറിയാം. But did you know that his mother was also a prophetess? എന്നാൽ തന്റെ അമ്മയും ഒരു പ്രവാചകിയായിരുന്നു എന്ന് എത്ര പേർക്ക് അറിയാമായിരുന്നു? We normally do not know that she is actually a prophetess. യഥാർത്ഥത്തിൽ നമ്മിൽ പലർക്കും ശമൂവേലിന്റെ മാതാവ് ഒരു പ്രവാചകി ആയിരുന്നു എന്ന് അറിയത്തില്ല. Because the only story that we have heard about her is that she did not have a child and she would cry all the time. നമ്മൾ ആകെ കൂടെ ആ ഹന്നയെ കുറിച്ച് കേട്ടിരിക്കുന്നത്, ശമൂവേലിന്റെ അമ്മയെ കുറിച്ച് കേട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൾക്ക് മക്കളില്ലായിരുന്നു, അതുകൊണ്ട് അവള് ദൈവസന്നിധിയിൽ ചെന്ന് കരഞ്ഞു. ഇത് മാത്രമാണ് നമുക്കറിയാവുന്ന ഒരേ ഒരു സംഗതി. Are you understanding? So I want to take you through that story to show you that she was actually a prophetess. എന്നാൽ ഇന്ന് ഞാൻ ഈ കാണിച്ചു തരുന്ന വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവം അവൾ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകിയായിരുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. So let us go to 1 Samuel chapter 1. 1 ശമൂവേൽ അതിന്റെ 1-ാം അധ്യായം. So we'll start from verse 2 onwards. 2 മുതലുള്ള വാക്യങ്ങൾ. Pastor, you read. Yeah. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനിന്ന എന്നും പേര്. പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തൻ്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പോക പതിവായിരുന്നു. So here is a man who loves God.
ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു. He is not somebody who has a wild life. ഒരു വളരെ കാട്ട് ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. He was, he was a Levite. താൻ ഒരു ലേവിയ കുടുംബത്തിലുള്ളവനും. You have to understand that 1 Samuel is an extension of the book of Judges. നമുക്കറിയാം ഈ 1 ശമൂവേൽ എന്ന് പറയുന്ന പുസ്തകം ന്യായാധിപന്മാരുടെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗമാണ്. So it is actually, he's one of the judges, but because he was so great, he has got a separate book for himself. ഇവിടെ താനും ശമൂവേലും ഒരു ന്യായാധിപന്മാരിൽ പെട്ടവനായിരുന്നതുകൊണ്ട്, താൻ വലിയൊരു ന്യായാധിപനായിരുന്നതുകൊണ്ട് തൻ്റെ പേരിൽ മറ്റൊരു പുസ്തകം വ്യത്യസ്തമായി വന്നത് എന്നേ ഉള്ളൂ. So according to the rule, Levites were not allowed to marry twice. ലേവ്യ പൗരോഹിത്യ നിയമപ്രകാരം ഒരു ലേവ്യന് 2 വിവാഹം കഴിക്കാൻ അനുവദനീയമല്ല. But in those days, during the time of Judges, people did just what they wanted. എന്നാൽ ന്യായാധിപന്മാരുടെ കാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. ആളുകൾ തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു എന്നതാണ്. So around that time, they did whatever they wanted, and though he loved God, he married twice. അന്ന് ജനം താങ്കൾക്ക് ബോധിച്ച നിലയിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന ഒരു കാലമായിരുന്നതുകൊണ്ട് ഇയാളും ഈ എൽക്കാനയും 2 കെട്ടി എങ്കിലും താൻ ദൈവത്തെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു. Hallelujah. Hallelujah. So please continue. അവൻ Verse 4. എൽക്കാന യാഗം കഴിക്കുമ്പോഴൊക്കെയും തൻ്റെ ഭാര്യയായ പെനിന്നയ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും ഓഹരി കൊടുക്കും. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. You can see here the scripture actually says that she was her opponent. അവിടെ പ്രതിയോഗി എന്ന് ഒരു വാചകം ഭാഗം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവൾ ഒരു പ്രതിയോഗിയായിരുന്നു. Normally we would say co-sister, but here no, she was considered as an opponent. നമുക്കറിയാം ഈ ഇവര് രണ്ടും ഒരു കുടുംബത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും കോ-സിസ്റ്റേഴ്സ് ആണ്. പക്ഷെങ്കിൽ ഇപ്പോൾ അവളെക്കുറിച്ച് വചനം പറയുന്നത് അവളുടെ പ്രതിയോഗി എന്നാണ്. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിനു കരയുന്നു? എന്തിനു പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവളെ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്. അടിയൻ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിൽ പോയി. എന്നാൽ എൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. പിന്നെ So now I want to show you what Hannah is doing with God.
ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹന്ന എന്താണ് ദൈവത്തിന്റെ സന്നിധി ചെയ്തത്. So this is pastor's money. I took it from him. It is in my pocket now. ഈ പാസ്റ്ററുടെ പൈസയാണ്, ഞാനത് എൻ്റെ കയ്യിലോട്ട് മേടിച്ച് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. Now I tell him, Pastor, if you come and interpret for me, I will pay you. എന്നിട്ട് ഞാൻ പറയുകയാണ്, പാസ്റ്റർ വന്ന് ഞാൻ പറയുന്നത് പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പാസ്റ്റർക്ക് പൈസ തരാം. Whose money do I have? ആരുടെ പൈസ എൻ്റെ കയ്യിലിരിക്കുന്നത്? It is pastor's money. ഈ പാസ്റ്ററുടെ പൈസയാണ് എൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത്. And then I promise him that if you come and interpret for me, I will give it to you. എന്നിട്ട് പറയുകയാണ്, ഇങ്ങേരുടെ പൈസ മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് പറയുകയാണ്, എനിക്ക് വന്ന് പരിഭാഷപ്പെടുത്താമെങ്കിൽ ഞാൻ അതിനുള്ള വേതനം തരാം, പൈസ തരാം. Here, thank you, Pastor, for coming and helping me. പാസ്റ്റർ വന്ന് സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. And I pay him. ഞാൻ അങ്ങനെ അദ്ദേഹത്തിന് പൈസ കൊടുക്കും. You saw all of you saw I paid him. നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ ഞാൻ പുള്ളി വന്ന് ചെയ്തതിന് പൈസ കൊടുത്തത്. Now this is what Hannah did. ഇത് തന്നെയാണ് ഹന്നയും ചെയ്യുന്നത്. You have to understand that Hannah belonged to a Levite family. മനസ്സിലാക്കുക, ഹന്നായും ഒരു ലേവിയ കുടുംബത്തിൽ ഉള്ളവളാണ്. Levites belong to God. ലേവി ഗോത്രം അത് ദൈവത്തിന്റെ വകയാണ്. Every first child that opens, the male child that opens the womb belongs to God. ആമേൻ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഓരോ ലേവി കുടുംബത്തിലും ഒരു സ്ത്രീ ഗർഭവതിയാകുമ്പോൾ കടിഞ്ഞൂൽ ആദ്യത്തേത് അത് ആണൊക്കെ ദൈവത്തിനുള്ളതാണ്. Not only Levi, but any Israeli family, the first child belongs to God. ലേവിയ കുടുംബത്തിൽ മാത്രമല്ല, ഏത് ഇസ്രായേലിലെ കുടുംബത്തിലെ ആദ്യത്തെ കടിഞ്ഞൂൽ സന്തതി അത് യഹോവയ്ക്കുള്ളതാണ്. So that is why God said, okay, you can keep your firstborn to all the others, but instead I will take the tribe of Levi to be my own. അതുകൊണ്ടാണ് ഈ സകല കടിഞ്ഞൂലുകളെ ആദ്യജാതന്മാരെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവരെ എല്ലാം സൂക്ഷിച്ചോ, ഞാൻ അതിന് പകരമായിട്ട് ലേവിയെ ഇങ്ങ് എന്റേതായിട്ട് അങ്ങ് എടുത്തോളാം. Are you understanding? Hannah is going before God and saying, God, give me son, give me son, give me son. And if you give me, I'll give him back to you. ആമേൻ. ഈ ഹന്ന ഇവൾക്കത് അറിയാം, വചനം അറിയാം. ഇവൾ ചെന്നിട്ട് ദൈവത്തിന്റെ അടുക്ക് ചെന്നിട്ട് പറയുകയാണ്, ദൈവമേ എനിക്കൊരു മകനെത്താ, ഒരു മകനെത്താ, ആ മകനെ ഞാൻ നിനക്കങ്ങ് തന്നേക്കാം. I have heard many families read this story and say, Lord, if you give me a baby, I will give him to you. ആമേൻ. ഇത് വായിച്ചിട്ട്, ഹന്നയുടെ ഈ ചരിത്രം വായിച്ചിട്ട് ഇതുപോലെ തന്നെ ദൈവമേ എനിക്കൊരു മകനെ തരികയാണെങ്കിൽ ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്ന ഒത്തിരി കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. Are you understanding what I am saying? ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Don't look at some stories in the Bible and decide I will do the same. If you look at the background, you'll find that there is something else going on. ആമേൻ. നമ്മൾ ഈ കാണുന്ന എല്ലാ വേദഭാഗങ്ങളും നോക്കിയിട്ട് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കാരണം അതിന്റെ പശ്ചാത്തലത്തിന് അതിന് വേറൊരു ഉദ്ദേശമാണുള്ളത്. ഇതുപോലെ ചെയ്യാനല്ല നമ്മൾ വിളിക്കപ്പെട്ടത്. Why did God put this story here? എന്തുകൊണ്ടാ ദൈവം ഈ 1 ശമൂവേൽ അതിന്റെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അവിടെ ബൈബിളിൽ വെച്ചിരിക്കുന്നത്? He is showing us a few principles there. അവിടെ ചില തത്വങ്ങൾ നമ്മെ കാണിച്ചു തരാനാണ്. Say number 1. ഒന്നാമത്തെ തത്വം, if you go to verse 6, അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, 6-ാമത്തെ വാക്യം, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. Are you understanding? So here it talks about that the rival provoking is this. Are you understanding? It's like without touching, she would use words in a way that will push her. നമ്മൾ ഈ മുഷിപ്പിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് തള്ളണം, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കണം, അതാ. പക്ഷെ പെനിന്ന ഇതല്ല ചെയ്യുന്നത്. ഇതിനെ അടിക്കുന്നതിന് തുല്യമായ വാക്കുകൾ പറഞ്ഞ് ഹന്നയെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുക. See, if somebody beats me, ആമേൻ, the pain of that is gone. ആമേൻ. ആരെങ്കിലും നമ്മളെ ഒന്ന് അടിച്ചെന്നിരിക്കട്ടെ, അടിച്ചാൽ ആ വേദന കുറച്ച് കഴിയുമ്പോൾ പോകും. See, I grew up in a home where my family was very, very strict. ഞാൻ ജനിച്ചു വളർന്ന കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ കർക്കശമായ ഒരു വ്യവസ്ഥയുള്ള കുടുംബമായിരുന്നു. For morning coffee, I will get adi. For morning tea, I will get adi.
For lunch I will get adi, and before going to bed also I will get adi. ഞാൻ എല്ലാ ദിവസവും രാവിലെ കടുങ്കാപ്പി കുടിക്കുന്ന സമയത്ത് ഒരു അടി കിട്ടും, പിന്നെ ചായ കുടിക്കുന്ന സമയത്ത് അടി കിട്ടും, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന സമയത്ത് അടി കിട്ടും, വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് അതിന്റെ ഒരെണ്ണം കിട്ടിയിട്ടാ പോകുന്നത്. Are you understanding? But I don't remember the pain of what I had. പക്ഷേ എന്നെ ഈ തല്ലെല്ലാം തല്ലി, രാവിലെ തൊട്ട് ഗുളിക കഴിക്കുന്നത് പോലെ വൈകുന്നേരം വരെ തല്ല് മേടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഈ അടിയുടെ വേദന അങ്ങ് മറക്കും. But the words that were spoken to me, I still remember. The pain is there. എന്നാൽ നമ്മളോട് ചില പറയപ്പെട്ട ചില വാക്കുകളുണ്ടല്ലോ, അടിയുടെ വേദന പോയാലും നമ്മളോട് പറഞ്ഞ ചില വാക്കുകളുടെ വേദന നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. Many of you sitting here, words have been spoken over you by your family, by your brother, your sister, your husband or your wife or your mother. You can still remember it as if it happened yesterday, though it happened 20 years ago, 15 years ago, 50 years ago. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും തന്നെ ജീവിതത്തിൽ ആമേൻ നിങ്ങളുടെ കുടുംബക്കാരിൽ നിന്ന്, അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കേട്ട 10-20 വർഷം മുമ്പ്, 15 വർഷം മുമ്പ് കേട്ടതായ വാക്കുകൾ ഇന്നലെ എന്ന പോലെ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ തിളച്ചു നിൽക്കുന്ന അനുഭവത്തിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. Am I correct? So here Hannah is speaking words against her that will cut her in her soul area. ആമേൻ. അവളുടെ ഹൃദയം മുറിയുന്നതായ തരത്തിലുള്ള വാക്കുകളാണ് ഹന്ന ജീവിതത്തിൽ കേട്ടിരിക്കുന്നത്. So she is provoked and she is becoming miserable. ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവൾ വളരെയധികം മുഷിഞ്ഞു. അത് മാത്രമല്ല, അവൾ ഒരുപാട് വേദന അനുഭവിക്കപ്പെട്ടവളായി മാറി. So she felt very helpless because what she was saying was true, but how she was saying was not the kindest way. ആമേൻ. അവൾ പറയുന്ന കാര്യം സത്യമാണ്, പക്ഷേ ആ പറയേണ്ടതുപോലല്ല പറഞ്ഞു. ഒരു അനുകമ്പയോടുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം മുഷിപ്പിക്കുന്ന വാക്കുകളാണ് പെനിന്ന ഹന്നയോട് പറഞ്ഞത്. Are you understanding? So when somebody provokes us, we will feel miserable or helpless. നമ്മൾ ആരെങ്കിലും നമ്മളെ ഇതുപോലെ ഒന്ന് പ്രകോപിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്സഹായരായി തീരും. മാത്രമല്ല, നമുക്ക് ഉള്ളിൽ വലിയ മുറിവുണ്ടായിട്ട് നമ്മൾ മുഷിയുവാനിടയാകും. Let's go to verse 7 there. 7ാമത്തെ വാക്യം, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവളെ മുഷിപ്പിച്ചതുകൊണ്ട്, അവൾ പെനിന്നെ അവളെ മുഷിപ്പിച്ചതുകൊണ്ട് ഹന്ന കരഞ്ഞു പട്ടിണി കിടന്നു. So now, where did Peninnah do this? Not only at home, even in church. പെനിന്ന ഈ ഹന്നയെ വീട്ടിലുള്ളപ്പോൾ മാത്രമല്ല മുഷിപ്പിക്കുന്നത്, അവൾ ആലയത്തിലേക്ക് പോകുമ്പോൾ, സഭയിലോട്ട് പോകുമ്പോൾ പോലും ഇവളുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. We will find that there are some Peninnah wherever we go. ആമേൻ. നമ്മൾ എവിടെ ചെന്നാലും ഇതുപോലത്തെ ചില പെനിന്നമാർ നമുക്കെതിരെ നിൽക്കും. There is a spirit of Peninnah in churches, in your workplace, in your school, everywhere that Peninnah is there. ആമേൻ. നമ്മൾ സഭയിൽ ചെന്നാലും, നമ്മൾ ജോലി സ്ഥാപനത്തിൽ ചെന്നാലും, പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ ചെന്നാലും ഒക്കെ ഇതുപോലെ ചില പെനിന്നയുടെ ആത്മാവുള്ള ചിലരെ നമ്മുടെ പ്രതിയോഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. So now, what was the impact on Hannah? ഇതെല്ലാം കേട്ടിട്ട് ഹന്നയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? She started crying. ഒന്ന്, അവൾ കരഞ്ഞു തുടങ്ങി. So she was in deep pain. അവളുടെ ഉള്ളിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടു. And she would stop eating. മാത്രമല്ല, അവൾ ഭക്ഷണം കഴിക്കുന്നത് പോലും അവൾ അവസാനിപ്പിച്ചു. So grief or sadness can affect your body. നമ്മുടെ ഉള്ളിലുള്ളതായ ആ ഒരു വലിയ വിഷമമോ വ്യതയോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രയാസങ്ങളോ നമ്മുടെ ശരീരത്തെ ബാധിക്കാനായിട്ട് ഇടയാകും. It starts impacting what is going on. It will impact your hunger, it will impact your intestine, it will affect your stomach. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ മറ്റുള്ളവരാൽ മുഷിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ഒരു പക്ഷെങ്കിൽ അത് നമ്മുടെ ശാരീരിക ക്രമത്തെ ബാധിക്കും, നമ്മുടെ വിശപ്പിനെ, ദഹന പ്രക്രിയയെ പോലും ബാധിക്കാൻ കഴിയുന്നതാണ്. Some of you who have sicknesses in your intestine, your stomach ulcer, it is caused by
problems like this. പ്രിയരെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലർക്ക് നിങ്ങളുടെ ആ ആമാശയത്തിൽ, നിങ്ങളുടെ വൻകുടലിലോ ചെറുകുടലിലോ അനുഭവപ്പെടുന്ന അൾസർ പോലെ ചെറിയ കുരുക്കൾ അനുഭവപ്പെടുന്നതിന്റെ പിന്നിലെ കാരണവും ഇതുപോലെ നിങ്ങൾ അനുഭവപ്പെട്ടതായ ചില വിഷയങ്ങൾ നിമിത്തമാണ്. Some of you have gastric problems, some of you have severe problems with your bowel movement. The reason for that is because of the pain that you are holding on the inside. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പേറുന്നതായ ഇതുപോലുള്ള മനോദുഃഖവും മനോവേദനയും അകത്തെ മുറിവും നിമിത്തമാണ് പലരുടെയും ജീവിതത്തിൽ അതൊരു വായുക്ഷോഭം പോലെ നിങ്ങളുടെ അകത്ത് ചില കയ്പിന്റെ അനുഭവങ്ങൾ അത് ഉണ്ടാകുന്ന അവസ്ഥയിൽ നിങ്ങൾ പോകേണ്ടി വരുന്നത്. Are you understanding? So ask God to heal you in your emotions so that your stomach will start turning around. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കർത്താവേ എന്നെ നീ ഒന്ന് സൗഖ്യമാക്കണേ, എൻ്റെ ഉള്ളത്തെ സൗഖ്യമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ സൗഖ്യമാക്കും. My food habits were very restricted. I liked only one or two vegetables. That is it. One was potato. That was my main vegetable. I called it the king of vegetables. And then I liked curd. Nothing else. That is all I would eat every day. ആമേൻ. ഞാൻ എൻ്റെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് വളരെ കർക്കശമായിട്ടുള്ള ഭക്ഷണക്രമമാണ്. എന്ന് പറഞ്ഞാൽ വളരെ വെജിറ്റബിൾ പച്ചക്കറികളാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ കഴിക്കുന്ന ഒരു സാധനം പച്ചക്കറികളുടെ രാജാവെന്ന് ഞാൻ വിളിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഞാൻ സാധാരണ കഴിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. And I needed is kachimore for my rice. That's all. I don't need anything else. Hallelujah. ചോറ് കഴിക്കുമ്പോൾ എനിക്ക് ഒരല്പം കാച്ചിയ മോരും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി വേറൊന്നും എനിക്ക് വേണ്ട. But when God started healing me on the inside, എന്നാൽ എൻ്റെ അകത്ത് ദൈവം എൻ്റെ ആന്തരികമായിട്ട് എന്നെ സൗഖ്യമാക്കിയപ്പോൾ the taste capacity of my tongue changed. എൻ്റെ രുചി മുകളങ്ങൾ, എൻ്റെ രുചിയുടെ നാവിൻ്റെ രുചിയുടെ അനുഭവങ്ങൾ മാറി. In the past, when mummy would put lady's finger or pavekya before me, I would feel like vomiting. നേരത്തെയൊക്കെ എൻ്റെ മമ്മി പാവയ്ക്ക കറി വെച്ചാലും അല്ലെങ്കിൽ വെണ്ടയ്ക്ക കൊണ്ട് കറി വെച്ചാലും ഇങ്ങനെ അകത്തുനിന്ന് മനം പിരണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. But now I love it. പക്ഷെ ഇപ്പം പാവയ്ക്ക കൊണ്ട് കറി വെച്ചാലും തീയൽ വെച്ചാലും വെണ്ടയ്ക്ക കറി വെച്ചാലും എനിക്ക് ഭയങ്കര സന്തോഷം. Are you understanding? As I started getting healed, the taste buds started changing. പ്രിയരെ, അകത്തൊരു സൗഖ്യം നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് മുമ്പിൽ കൊണ്ടുവച്ചാലും നമുക്ക് അതിനോട് അതിൻ്റെ യഥാർത്ഥ രുചി, നമ്മുടെ നാവിൻ്റെ മേലുള്ള രുചി മുകളങ്ങളുണ്ടല്ലോ, അത് പ്രവർത്തിക്കാൻ തുടങ്ങി. Are you understanding? Our emotional state can affect even our tongue. നമ്മുടെ ജീവിതത്തിന്റെ വികാരങ്ങൾ നമ്മുടെ നാവിനെ പോലും ബാധിക്കാൻ കഴിവുണ്ടെന്ന് എത്ര പേർക്കറിയാം? So now we want to look at further in the story of Hannah. ഇനി നമ്മൾ ഹന്നയുടെ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയാണ്. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ശൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട് So how old do you think is Eli at this time? ഈ സമയത്ത് ഏലിക്ക് എത്ര വയസ്സ് കാണുമെന്നാണ് നിങ്ങളുടെ ചിന്ത? Is he 5-year-old, 10-year-old, 70-year-old, 17-year-old, 50 years old, 60 years old? How many years old do you think he is? ഏലിക്ക് എത്ര വയസ്സായിരിക്കും ആ സമയത്ത് ഹന്ന ചെന്ന് പ്രാർത്ഥിച്ച് കരയുമ്പോൾ? ആ ഏലിയുടെ പ്രായം എന്തായിരിക്കും? 5 വയസ്സാണോ, 10 വയസ്സാണോ, 17 വയസ്സാണോ, അതോ 50 വയസ്സാണോ, അതോ അതിൽ കൂടുതലാണെന്നാണോ? എന്താ നമ്മൾ ചിന്തിക്കുന്നത്? He must be at least 65 years because he died when he was 84. അദ്ദേഹം ആ സമയത്ത് ഒരു
65 വയസ്സ് പ്രായമെങ്കിലും ഉണ്ടാകും. കാരണം അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 84 വയസ്സ് പ്രായമായിരുന്നു. Because at that time Samuel was a big older boy. ഏലി മരിക്കുന്ന ആ കാലം വന്നപ്പോഴേക്കും ശമൂവേൽ വളർന്ന ഒരു പ്രായപൂർത്തിയായ വ്യക്തിയായി. So I'm giving, say Samuel was 20 years old, so Eli must be at least 60 plus. ഞാൻ പറയാം, ശമൂവേലിനൊരു 20 വയസ്സ് പ്രായമായ സമയത്ത് ഏലി പുരോഹിതന് ഒരു 65 വയസ്സ് പ്രായമുണ്ടായിരിക്കും. Now you look at me and tell me whether you can tell that I am drunk or not. ഇപ്പൊ ഞാൻ ഇങ്ങനെ നടക്കുന്നു, നിങ്ങൾക്ക് എന്നെ നോക്കിയിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ, മദ്യം കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? Now you tell me whether I am drunk or not. ഇപ്പം നിങ്ങൾ പറ, ഞാൻ കുടിച്ച് മറിഞ്ഞ് നടക്കുവാണോ അല്ലയോ? Eli is 65 years old. ഏലിക്ക് 65 വയസ്സ് പ്രായമുണ്ട്. He has seen many drunk people before this. ഇതിന് മുമ്പ് ഒരുപാട് കുടിയന്മാരെ കണ്ടിട്ടുണ്ട് ഏലി. Are you understanding? He knows how do you identify a drunk person without smelling him. തന്നെ മണത്തു നോക്കാതെ തന്നെ ഇവൻ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഏലിക്ക് മനസ്സിലാക്കാനുള്ള പക്വതയും പ്രായപൂർത്തിയുമായവനാണ്. How many of you agree for that? അത് എത്ര പേര് സമ്മതിക്കും? So Hannah must be sitting there and talking to herself and doing all kinds of actions where he is convinced that she is actually a drunkard. ഏലിക്ക് എങ്ങനെയാണ്, അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നു, അവൾ എന്തൊക്കെയോ പുലമ്പുന്നു, അവൾ ഏതാണ്ടൊക്കെ ഇങ്ങനെ പറയുന്നു, അവളുടെ ശരീരത്തിന്റെ ആംഗ്യഭാഷയിൽ നിന്നും എന്തൊക്കെയോ അവന് മനസ്സിലായെങ്കിലും എങ്ങനെയാണ് ഈ ഏലിക്ക് ഇവൾ കുടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞത്? Are you understanding? When we are full of grief, we forget where we are and what we are doing, and we are in our own world. ആമേൻ. നമ്മൾ അത്യാഗ്രഹം നമ്മുടെ ഉള്ളിൽ, when we are wounded, when we are very sad, നമ്മുടെ ഉള്ളിൽ നമ്മൾ വളരെയധികം മുറിവേറ്റ് തകർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്ന ഇടം പോലും നമ്മൾ മറന്ന് ചിലപ്പോൾ പെരുമാറാറുണ്ട്. Are you understanding? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? But Hannah was a woman who chased after God's heart. എന്നാൽ ഹന്ന ദൈവത്തിന്റെ ഹൃദയപ്രകാരം പിന്തുടർന്ന ഒരു വ്യക്തിയാണ്. So Hannah prayed quietly. അതുകൊണ്ട് തന്നെ ഹന്ന വളരെ നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചു. Eli did not hear what she said. ഇവൾ പറഞ്ഞ പ്രാർത്ഥനാ വാചകങ്ങളൊന്നും ഏലി കേട്ടുമില്ല. But suddenly under the anointing, Eli says that may it happen, whatever you ask, may the Lord fulfill it. എന്നാൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ആ ഒരു നിലയിൽ ഏലി അവളോട് പറയുകയാണ്, നീ യഹോവ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് അവൻ നിനക്ക് നൽകുമാറാകട്ടെ. Hannah heard it. ഹന്ന അത് കേട്ടു. In her heart a hope was created. അവളുടെ ഹൃദയത്തിൽ ഒരു പ്രതീക്ഷ മുളച്ചു. The Bible says her face was never sad again. വചനം പറയുന്നത് പിന്നെ അവളുടെ മുഖം വാടിയതില്ല. Are you understanding? She understood biblical principles. വേദവചന തത്വങ്ങൾ ഹന്നയ്ക്ക് മനസ്സിലായി. She already knew them. അവയെ നേരത്തെ തന്നെ അവൾക്കറിയാമായിരുന്നു. But you can see that when grief comes over your life, you forget everything that you know. എന്നാൽ കഠിനമായ മനോവിഷമം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ വാഗ്ദത്തങ്ങളും തത്വങ്ങളും നമുക്കറിയാമെങ്കിലും നമ്മൾ അതെല്ലാം മറന്നു പോകും. Our God, who is very big, he becomes very small in our sight. ആമേൻ. നമ്മുടെ ദൈവം വലിയവനാണെങ്കിലും മനോദുഃഖം കൂടിക്കഴിയുമ്പോൾ നമ്മുടെ ദൈവം വലിയ ചെറിയവനായിട്ട് നമുക്ക് തോന്നും. In chapter 2, suddenly you find a different Hannah. എന്നാൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഒരു വ്യത്യസ്തമായ ഒരു മാറിയ ഹന്നയെ കാണുന്നു.